welcome back to my YouTube channel. This is Let's Sania watching Let's Sanchez. അപ്പോൾ നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതെനിക്കങ്ങനെ പ്രാങ്ക് വീഡിയോ ഒന്നും ചെയ്യാൻ അറിയില്ല. പക്ഷേ നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് വേറെ ആരുമില്ല, എൻ്റെ അനിയനെയാണ്, അച്ഛനെയാണ് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അവൻ്റെ വണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട്. ആ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ആ വണ്ടി കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നവർ അത്രയ്ക്ക് അവന് ഇഷ്ടമാണ് ആ വണ്ടി. അപ്പോൾ ആ വണ്ടി എവിടെയെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ നല്ല വിഷമം, കരയും. സോ നമുക്ക് വേണ്ടത് അതാണല്ലോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ആ വണ്ടി എടുത്ത് മാറ്റാം. കുഞ്ഞുപിള്ളേരെ കരുതുന്ന വിഷമാണോ എന്ന് ചോദിച്ചാലാണ്. പക്ഷെ നമുക്കൊരു പ്രാങ്ക് വീഡിയോ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവനങ്ങനെ പെട്ടെന്ന് കരയുമെന്ന് അറിയില്ല. അവന് ദേഷ്യം തന്നെ അടിക്കും കേട്ടോ, അതുകൊണ്ട് അറിയില്ല. നമുക്ക് നോക്കാം. അച്ചുകൂടിനകത്താണ്. ഇപ്പം മഴയുണ്ട് കേട്ടോ, ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അച്ചുകൂട്ടൻ അപ്പോൾ അകത്താണ്. അപ്പോൾ ഞാൻ അവൻ്റെ വണ്ടിയാണ് കൊണ്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് അവനോട് അവന് കുറച്ച് നേരം കഴിയുമ്പോൾ അവൻ എന്നോട് ചോദിക്കുമല്ലോ വണ്ടി കണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും പോയി ചോദിക്കുമല്ലോ. അപ്പം പുതിലെ നമുക്ക് നോക്കാം. അപ്പോൾ അവൻ്റെ റിയാക്ഷൻ, അവനതിന് ഞാൻ ഒളിപ്പിച്ച നേരം കണ്ടു കഴിഞ്ഞാൽ തീർന്ന്. എന്നാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും, കാരണം ഫസ്റ്റ് പ്രാങ്ക് വീഡിയോ ആണ്. പ്രാങ്ക് തിരിച്ചു കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് പോയി ഒളിപ്പിച്ച് വെക്കാം. അങ്ങനെ ഇൻട്രോയ്ക്ക് അത് പറയുന്ന സമയത്താണെങ്കിൽ ഒരു ടിക്ക് ടിക്ക് ടിക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അത് സൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ മഴ പെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്കകത്ത്. ആ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിൻ്റെ അവിടെ. നമ്മൾ ഇങ്ങോട്ട് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഷീറ്റുണ്ട് അവിടെ. അപ്പോൾ അവിടെ അതിനകത്ത് വീഴുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടത്. ആദ്യം പറയാൻ വിട്ടുപോയത് അതിനകത്ത്. ഞാനിപ്പോൾ പറഞ്ഞു. രാവിലെ മുതൽ കറണ്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെയാണ്. അതുകൊണ്ട് ആ മാളോട്ടൊന്നും പോകത്ത, നമുക്ക് മാളെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് മാളിലോട്ട് പോവാം. കാരണം എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്, ഞാൻ വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ എങ്ങനെ വീണാൽ തീർന്നു. എന്നാൽ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്ക് വന്ന് മക്കളെ മണ്ടയ്ക്ക് കൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. വരണമെങ്കിൽ എന്നെ വിളിക്കും. അപ്പം ഞാൻ വരായിരുന്നാൽ പോരെ. ഇപ്പം ഇവിടെ വെളിച്ചമില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നൊന്നും അറിയില്ല. നമുക്കാണെങ്കിൽ ഈ വണ്ടി ഇവിടെ വെക്കാം. നമുക്ക് എൻ്റെ മുറിയാണ് കേട്ടോ, എൻ്റെ ബെഡാണിത്. അപ്പോൾ ഞാൻ ഇവിടെ മറ്റേ വേറൊരു ലൈറ്റുണ്ട്, കറണ്ടൊക്കെ പോകുമ്പോൾ കത്തുന്ന ഒരു ലൈറ്റില്ലേ, ആ ലൈറ്റുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വിളിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അത് വെച്ചുകൊണ്ട് നമുക്ക് ഒളിപ്പിച്ച് വയ്ക്കാം. അത് എപ്പോഴും ഒളിപ്പിച്ച് വെക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ആലോചിക്കട്ടെ. അങ്ങനൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഒരു പെട്ടിയുണ്ട് നമ്മളൊരു പെട്ടി. അവൻ എങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും കളിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് ഒരു പെട്ടി അവിടെ കണ്ടു. ആ പെട്ടിക്ക് അത് കയറുവാണെങ്കിൽ ആ പെട്ടിക്ക് വിളിച്ചിട്ട് എവിടെയെങ്കിലും നമുക്ക് മണ്ടയ്ക്ക് എങ്ങനെ കയറ്റി വയ്ക്കാം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അവൻ ഇങ്ങോട്ട് കാരണം കയറി വന്നാൽ ഞാൻ വിചാരിച്ചത് വേറെ ഏതെങ്കിലും പെട്ടി ആയിരിക്കുമെന്ന്. ഗ്ലെയറൊക്കെ അടിക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ കാര്യം വെക്കണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ച വേറെ പെട്ടി ആയിരിക്കുമെന്ന്. നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്നത് അതേ പെട്ടി തന്നെയാണ്. ഈ പെട്ടിക്കകത്ത് കയറ്റി നമുക്ക് വെള്ളം വെക്കാം, നമുക്ക് കുഴപ്പമില്ലല്ലോ. കണ്ടേ, നമ്മളാണെങ്കിൽ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി കണ്ടേ നമ്മുടെ ഈ ബെഡിൻ്റെ മണ്ടയ്ക്ക് ഒരു സ്ഥലമുണ്ട്, അത് നമുക്കിവിടെ കയറ്റി വെക്കാം. ഇവിടെ പൊടിയാണോന്നും എനിക്കറിയില്ല. ഇവിടെ കയറ്റി വെക്കാൻ തൽക്കാലം പ്രശ്നമൊന്നും കാണത്തില്ല. കയറ്റി വെച്ചാലും സൂക്ഷിച്ച് കയറ്റി വെക്കണം. താഴെ എങ്ങനെ വെറുതെ തീർന്നു. ഇവിടെ തന്നെ കാണുന്ന പോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇവൻ ഇങ്ങോട്ട് പെട്ടെന്ന് നോക്കത്തില്ല, അതെനിക്കറിയാം. പക്ഷേ നമ്മൾ അകത്തോട് കയറ്റി വെച്ച് കഴിഞ്ഞാലേ അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ മണ്ടക്കാരം വെച്ചാൽ താഴെ എങ്ങനെ വീണോ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് നോക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കാം. പറ്റുവാണെങ്കിൽ ഒന്നുകൂടെ അകത്തോട് കയറ്റി വെക്കാം. അകത്തോട്ട് കയറ്റിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം എന്നെക്കാളും ചെറുതല്ലേ. അപ്പോൾ അത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണില്ല വലുതായിട്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കാണെങ്കിൽ താഴെ പോവാം. പിന്നല്ലേ ഞാൻ ചോദിക്കത്തുള്ളൂ. അപ്പം നമുക്ക് എടുക്കാം. നീ അത് കളിച്ചോണ്ടിരുന്ന
ഞാൻ എടുത്തില്ല. അപ്പം ഗായ്സ് അച്ചുകൊണ്ടാണെങ്കിൽ എന്നെ കുറേ അടിക്കുകയൊക്കെ ചെയ്തു. അവന് ഡൗട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അവൻ മുകളിലോട്ട് ഓടിപ്പോയിട്ടുണ്ട്. ഞാൻ മുകളിൽ പോയിട്ട് വരുന്നവൻ കണ്ടു. പക്ഷേ എനിക്കറിയില്ല ആ മുകളിലോട്ട് പോയിട്ട് നമുക്ക് മുകളിലോട്ട് പോകാൻ നൈസായിട്ട്. ഓക്കെ, വീഡിയോ എടുക്കുന്ന ഞാൻ മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ഫോണുള്ളിൽ നിൽക്കണം. അതെയോ, ഞാനാണെങ്കിൽ വീടൊക്കെ ഒന്ന് കാണി. നമ്മൾ ഹോം ടൂർ ചെയ്തില്ലേ, ഇനി ബാക്കി ചെയ്യുക. ഞാൻ വണ്ടി കിട്ടിയോ? അത് വെളിച്ചമില്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് വന്നത്. അവിടെ ഒന്ന് അലറി വിളിക്കുന്നുണ്ട് ചെറുക്കൻ. എനിക്കറിയില്ല അവൻ ഇനി എന്തൊക്കെ പറയുന്നത്. ആ എന്തി വണ്ടി അച്ചക്കനാണെങ്കിൽ പുറത്ത് പോയിട്ടുള്ള പത്രം വായിക്കുന്നവരൊക്കെ ഇരിക്കുന്നുണ്ട്. അവർ പത്രം വായിക്കുമ്പോൾ അക്ഷരം പോലും വ്യക്തിയായിട്ട് അറിയത്തില്ല. കാരണം പത്രം വായിക്കുമ്പോൾ ഇരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാണെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. എന്തുവാടാ കരയുന്ന എന്തിനാ? വണ്ടി നീ തന്നെയല്ലേ അവിടെ കൊണ്ട് വെച്ചത്? എടാ ഞാൻ എന്തോ ചെയ്തിട്ടാ അച്ചുക്കുട്ടാ? നീ അല്ലേ കൊണ്ട് കളഞ്ഞത് എൻ്റെ വണ്ടി? ഞാനാണോ കൊണ്ട് കളഞ്ഞത്? ഇതിനൊക്കെ എന്തോ കരഞ്ഞിട്ട് എന്തോ കാര്യം? പോട്ടെ, ആ എന്നാ പിന്നെ അഹങ്കാരം കൊള്ളാം. എനിക്ക് വണ്ടി തരത്തില്ല. ചേച്ചാണ് വണ്ടി എടുത്തത്. ഞാൻ അല്ലടാ, വണ്ടി കിട്ടണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. അല്ല കിട്ടട്ടെന്ന് പറഞ്ഞതാ ഞാൻ. എനിക്ക് അവിടെ ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. നല്ല വേദന ഉണ്ടായിരുന്നു. കൈയൊക്കെ ചുമന്നൊരു പരിവായി. ഇടിക്കുക അടിക്കുക ഒക്കെ ചെയ്തു. ഞാൻ നല്ല അടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനായിട്ട് ഒളിപ്പിച്ച് വെച്ചല്ലേ. നമുക്ക് അച്ചുകൂട്ടനെ വണ്ടി എടുത്ത് കൊടുക്കാം. അവിടെ കിടക്കുക, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വണ്ടി എടുത്ത് കൊടുക്കാൻ തോന്നുന്നു. കാരണം നന്നായിട്ട് കരയുന്നുണ്ട്. എങ്ങാനും അച്ഛനെയോ നാല് കണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വഴക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ശരി, നാളെ വണ്ടി എടുത്ത് കൊടുക്കാം. എനിക്കറിയില്ല, ഒന്ന് പ്രാങ്കിക്കാന്ന് വെച്ചാൽ മനസ്സിലാവണ്ടേ. അപ്പം ഞാനായിട്ട് എടുത്ത് കൊടുത്താൽ എനിക്ക് നല്ല അടി കിട്ടും. അതുകൊണ്ട് അയ്യോ എടുക്കാനും പറ്റുന്ന എനിക്ക് നല്ല അടി കിട്ടും. അതുകൊണ്ട് എനിക്ക് അടി വാങ്ങിക്കാൻ വയ്യ. ഇപ്പം തന്നെ കണ്ടില്ല നിങ്ങൾ, ഇതാണ് എൻ്റെ അവസ്ഥ. അതൊന്നും ഈ പെട്ടിക്കകത്തൊക്കെ ആക്കി വെച്ചാൽ പെട്ടിക്കകത്തൊക്കെ എടുത്ത് അത് പുറത്തോട്ട് വെക്കി അത് നമുക്കാണെങ്കിൽ അടുക്കളയിൽ കൊണ്ട് വയ്ക്കാം. അപ്പം പറഞ്ഞ് വെള്ളം കൊണ്ട് കളഞ്ഞിട്ട് എന്നോട് എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഓക്കെ ആവും. എന്നാലും എനിക്ക് അടി കിട്ടുമെന്നാണ് തോന്നുന്നത്. അന്ന് അവൻ്റെ എന്തോ ഒരു സാധനം ഞാൻ ഇതുപോലെ ഞാൻ ഒളിപ്പിച്ച് വെക്കുന്നത് അവൻ കണ്ടു. അയ്യോ, അന്നെന്നെ കൊല്ലാതെ വിട്ടതാണ് അവൻ. ഇതുപോലെ അത് കാണാതെ കൊണ്ട് വെക്കണം. ഇപ്പോൾ കിടന്ന് കരയുമെന്ന് തോന്നുന്നു. നമുക്കത് എടുത്തൊക്കെ റെഡിയാക്കാം. ഇതുപോലെ ഇതായിരുന്നു വണ്ടി വന്ന സമയത്ത്. ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ നല്ല കരച്ചിലും ബഹളമൊക്കെയാണ്. നമുക്ക് ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി പെട്ടി എടുത്ത് മാറ്റണം. അപ്പോൾ ഈ പെട്ടി എവിടെ നിന്ന് ഇങ്ങനെ വന്നെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടി എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ഈ പെട്ടി ഉണ്ട് ഞാൻ വിചാരിക്കും ഇതെന്ത് ഇവിടെ ഇരിക്കുന്നേ, ചേച്ചി എടുത്തായിരിക്കല്ലേ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി ഇവിടെ വെച്ചാൽ പെട്ടി എടുത്ത് മാറ്റണം. ഓക്കെ, അവൻ കിടന്ന് കരയുവാണ്. അവൻ കാണാതെ നമുക്കപ്പോൾ ഇതാക്കാം. ഇപ്പം ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിന്നെ അവൻ ലൈറ്റ് ഓഫ് ചെയ്യാം. ാണ് അപ്പോൾ ആണെങ്കിൽ ഞാനാണെങ്കിൽ കസേരയിൽ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ അവനോട് ഇത് കണ്ടുപിടിച്ച പോലെ അവന് കാണിച്ചു കൊടുക്കാം. ഞാൻ പറയത്തില്ല പ്ലാൻ കാണുന്ന പറയണോ നമുക്ക് നോക്കാം. സാഹചര്യം വെച്ച് പറയാം നമുക്ക്. ഓക്കെ, നമുക്ക് നൈസായിട്ട് പോയി പറയാം. നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ കരഞ്ഞ് കിടക്കുമായിരുന്നു. ഇവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് പിന്നെ വ്യത്യാസം കുഴപ്പമില്ലാതെ കാണുന്നത്. എന്തോ കണ്ണൊക്കെ വെള്ളം ഒഴുകി. ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇതെന്തുവായത്? അടുക്കള ഇരിക്കുവായിരുന്നു വണ്ടി. നീ അടുക്കള നോക്കാതിട്ട് എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു കരയണ്ടേ? ഞാൻ കാര്യം പറയട്ടെ. ഞാനോ ഒളിപ്പിച്ച് വെച്ചേ അച്ഛ വേണ്ട.
അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ എടുത്ത് നോക്കി അവൻ. അത് മറന്നില്ല കേട്ടോ. എനിക്കാ നമുക്ക് കൊണ്ടു ടാറ്റാ. അപ്പൊ അത്രേ ഉള്ളു ഗായ്സ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അയ്യോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളു ഗായ്സ്. ബൈ ബൈ.